ഹലോ, എല്ലാവർക്കും രത്നരാജൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൗവരി പപ്പട കേട്ടോ. അതിനായിട്ട് ചൗവരി 2 മണിക്കൂർ കുതിർത്തുക. 2 മണിക്കൂർ കുതിർത്തിയിട്ട് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം മീതെ വരത്തക്ക വിധത്തിൽ ഇത്തിരി കൂടി കൂടുതൽ ഒഴിക്കാം. നന്നായി ഇങ്ങനെ കുറുക്കിയെടുക്കുക. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇത് ചൂടാറുമ്പോൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ജീരകമുണ്ട്, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ചില്ലി ഫ്ലേക്സ് ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്, ജീരകം 2-3 നുള്ളു, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ. ഈ കുരുമുളക് ഞാനൊരു ചതച്ച് വെച്ചതാണ് കേട്ടോ. കുരുമുളക് പൊടി ഇടരുത്, പൊടിയിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഇളക്കി, നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതായി ഇത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഓരോരോ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിന് കുറച്ചാക്കിയിട്ട് കാണിക്കാം. അതിങ്ങനെ ഇടുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് നന്നായി പരത്തുക. വെയിലത്ത്, നല്ല വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് 2-3 ദിവസം ഉണക്കിയാലേ ആവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്, അതുകൊണ്ട് എനിക്കറിയില്ല. നോക്കാം നമുക്ക്. എന്തായാലും നിങ്ങളൊക്കെ ഉടനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മഴയുടെ സീസണായി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ആഴ്ച തുടങ്ങി മഴയാവും എന്നൊക്കെ പറയുന്നുണ്ട് കാലാവസ്ഥ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ചെയ്ത് നോക്കുക. ആഗ്രഹമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. ചൗവരി പപ്പടം ഇങ്ങനെയുണ്ട്. ഞാൻ മുഴുവനും മിക്സിയിൽ അരച്ചു, പക്ഷേ മുഴുവനും അരച്ചില്ല. കുറച്ച് മണി അങ്ങനെ കിടന്നോട്ടെ എന്ന് കരുതി. പ്ലാസ്റ്റിക്കിൽ വെക്കാൻ ഇഷ്ടമില്ലാത്തവർ തുണിയിൽ നനച്ചിട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളിൽ ചെയ്താൽ ശരിയാകുമോ എന്ന് ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമുക്ക് ഇത്തിരി കൂടി ലൂസാക്കണം കേട്ടോ. എൻ്റെ ഇത്തിരി കട്ടിയായിപ്പോയി. ഒന്നുകൂടി ലൂസാകുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് പരത്താം. പക്ഷേ നല്ല വെയിൽ വേണം, വെയിലുണ്ടെങ്കിൽ ഉണങ്ങുള്ളൂ.